ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസ നേരുന്നു. ഓണാശംസകൾ എല്ലാവർക്കും. എന്തായാലും ഇത് ഓണത്തിനാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഓണാശംസകൾ സ്വീകരിക്കുക, ഇനി അല്ലാതെയെങ്കിൽ പോട്ടെ. ഓക്കെ, എന്തായാലും ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നന്നായിട്ട് മുണ്ടുടുക്കാം. കേരളീയരായിട്ടുള്ള പലർക്കും, ഒരു 90% ആൾക്കാർക്കും മുണ്ടുടുക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് എന്ന്. എങ്കിൽ 10% അറിയാം കേട്ടോ. എന്നിട്ട് വെറുതെ നമ്മൾക്കറിയാം ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കരുത്. എന്തായാലും നിങ്ങൾക്കറിയുമെങ്കിലും ഒന്ന് വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇതിൽ 2 തരത്തിൽ മനോഹരമായി മുണ്ടുടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന് സാധാരണ നമുക്ക് എവിടെ പോകുമ്പോഴും ഉടുക്കുന്ന കാര്യം, അതിലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒരു കസവുള്ള കേരള സ്റ്റൈലിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ 2 തരത്തിൽ മുണ്ടുടുക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു. എന്തായാലും വീഡിയോ അവസാനം വരെ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകുള്ളൂ. ആദ്യമായിട്ടാണ് ഈ ഫാഷൻ സ്റ്റോറി എന്ന ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കണ്ടില്ലേ, 150 താഴെ ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഇനി നിങ്ങൾ ഈ ഓണം കഴിയുമ്പോഴേക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. എന്നാൽ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, എന്നിട്ട് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായി നമ്മൾ മുണ്ടുടുക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഇങ്ങനെ വെച്ച് അതിന് ശേഷം ഇതെടുത്തിട്ട് ഒരു ചുരുക്കലാണല്ലേ, ചുരുക്കിയതിന് ശേഷം ഒരു കുത്ത്, എന്നിട്ട് എന്തായി ഇത് ഇവിടെ. അപ്പോൾ മുണ്ടിൻ്റെ കോലം നോക്ക്. ഇതിൻ്റെ മനോഹരമായൊരു കരയുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കുത്തിയിക്കുക. അപ്പോൾ അതിൻ്റെ ഭംഗി പോയി, ആ മുണ്ടിൻ്റെ ഭംഗി പോയി. ഇനി ഇത്ര വൃത്തിയായിട്ടില്ല, അല്ലെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഉടുക്കുന്നത്. നമുക്കെങ്ങനെ ഇത് ശരിക്കും ഉടുക്കാം എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, വലത് കാലിൽ ഇതുപോലെ ഈ സൈഡ് ഇപ്പുറത്തേക്ക് വളർത്തി പിടിച്ചതിന് ശേഷം ഇവിടെ വലത് കാലിൻ്റെ നേരെ നിൽക്കും. നമ്മൾ നേരെ നിൽക്കുക, വലത് കാലിന് കൃത്യമായിട്ട് ഇത് പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ എടുക്കുക. അപ്പോൾ കസവ് കാണുന്നില്ല അല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്കിവിടെ ഇവിടുത്തെ വരെ ഒറ്റ ചുരുക്കൽ ചുരുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് സാരിയൊക്കെ പിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ മടക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മടക്കാം. അതിന് ശേഷം പഴയ പോലെ ഇതെടുത്ത് ഇങ്ങനെ എടുത്ത് ഇതിനെ മനോഹരമായി കസവ് കര ഇങ്ങനെ മനോഹരമായി വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കുത്തുന്നു. ഓക്കെ, അതിനുശേഷം ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ പിടിച്ച് വേണേൽ ഇങ്ങോട്ട് കുത്താം. പക്ഷെ അതിലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മെത്തേഡ്, പവർഫുള്ളായിട്ടുള്ള സ്റ്റൈലാണ് ഇത്. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇത് അഴിക്കണമെങ്കിൽ എന്നോട് വീണ്ടും യൂട്യൂബിൽ വന്ന് ചോദിക്കണം, ഇതെങ്ങനെ അഴിക്കും? കഴിയത്തില്ല. കാരണം ഇതിൻ്റെ കസവ് നോക്ക്, ഭയങ്കര പവർഫുള്ളായിട്ടാണുള്ളത്. അടിപൊളിയല്ലേ? നോക്ക്, ഇങ്ങനെ മുണ്ടെടുത്തത് നന്നായിട്ടില്ലേ? ഓക്കെ, മുണ്ടിൻ്റെ കര എങ്ങനെയാണ് നിൽക്കുന്നത് നോക്ക്. ഇത് നമ്മളിപ്പോൾ ഒരു എവിടെ പോയി കഴിഞ്ഞാലും പോയിട്ട് വരുന്നത് വരെ ഇതൊന്നും അനങ്ങത്തില്ല കേട്ടോ. അത്രയ്ക്ക് ടൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ ഉടുക്കേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ രീതി ഇനി പറയാൻ വേണ്ടി പോവുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണ്, ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ നിങ്ങളൊരു കസവ് മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ആയിട്ട് ഒരു രാജാവ് പോകുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെ ഉടുത്തിട്ട് പോകാം, അതാണ് ഞാൻ കാണിക്കുന്നത്. അത് നമ്മളെ റൈറ്റ് ലെഗിന് കറക്റ്റായിട്ട് കസവ് വെക്കാനാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇത് കറക്റ്റായിട്ടല്ല, കുറച്ച് കടത്തിയിട്ട് വെക്കണം. കടത്തിയിട്ട് വെച്ച് അത് ഇങ്ങനെ ഇത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ എടുത്തിട്ട് ഇത് കുറച്ചും കൂടി വലിയ മുണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കി റെഡിയാക്കി വെക്കുക. അതിന് ശേഷം ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം ഇതിവിടെ വെച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ മനോഹരമായിട്ട് നമ്മളൊരു ഞൊറി, സാരിക്കൊക്കെ ഇടുന്ന പോലെ അതിനുശേഷം നേരത്തെ കാണിച്ച പോലെ ഇത് നമ്മൾക്ക് സാധാരണ നമ്മൾ അകത്തേക്കാണ് ഇടാറ്. ഇത് നേരെ തിരിച്ചിട്ട് ഇതുപോലെ അങ്ങ് മടക്കി ഒരു പ്രാവശ്യം വെക്കുക. ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാകും. ഇതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് മുണ്ടുടുക്കുന്നതെന്നൊക്കെ പഠിച്ച് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയുന്നവരായിരിക്കാം. എന്നിരുന്നാലും ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഓണസമ്മാനമായിട്ട് എനിക്ക് തരാനുള്ളത്. ഇനി അല്ലാത്ത ദിവസമായാലും ഒരു നല്ല അറിവല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ബന്ധുക്കൾക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പം ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് 150 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അതായത് 2020 ഓണത്തിന്. ഈ ഓണം കഴിയുമ്പോഴേക്കും നിങ്ങളൊരു 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആക്കി തരണം പ്ലീസ്. സപ്പോർട്ട് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.